ഇനി തിരച്ചിൽ നടത്തുക എന്നുള്ളത് മൃതദേഹങ്ങൾ പുറത്തെടുക്കുക, ഒരു എണ്ണം തിട്ടപ്പെടുത്തുക എന്നതിലേക്ക് മാറുകയാണ്. ജീവനോടെ ഇനി ആരും അവശേഷിക്കുന്നില്ല എന്ന് സൈന്യം അറിയിച്ചതായി മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരിക്കുകയാണ്. റോഷിപാൽ, ഇപ്പോൾ നമുക്ക് മുണ്ടക്കയിൽ എങ്ങനെയാണ് കാഴ്ച? അവിടെ മഴയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മഴയ്ക്കിടയിലും തിരച്ചിൽ തുടരുകയാണോ? മുണ്ടക്കൈ മേഖലയിൽ രാവിലെ തുടങ്ങിയ രക്ഷാപ്രവർത്തനം നമുക്ക് ഈ കാണുന്ന വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു. ഏതാണ്ട് കൂടുതൽ രാവിലെ ആദ്യം 3 ആയിരുന്നു, പിന്നീട് അത് 10 എണ്ണത്തിലേക്ക് എത്തി. ഇത്രയും മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തി. ഏതാണ്ട് 1 മണിക്കൂർ വരെ ശക്തമായ തിരച്ചിലായിരുന്നു. ആ തിരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു. മണ്ണുമാന്തി യന്ത്രങ്ങൾ താഴോട്ടേക്ക് പോവുകയാണ്. കാരണം ഇവിടെ ഇന്ന് പരിശോധനയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം മാത്രമാണ് ലഭിച്ചത്. രാവിലെ ഡോഗിൻ്റെ K9 സംഘത്തിലുള്ള ഡോഗിൻ്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് ഒരു ഡോഗിനെ ഇവിടെ നിന്നും ഒരു സ്ത്രീയുടെ മൃതശരീരം കണ്ടെത്തിയത്. സുദേവൻ്റെ വീട്ടിൽ നിന്നാണ് മൃതശരീരം കണ്ടെത്തിയത്. ഏതാണ്ട് കഴിഞ്ഞ കുറച്ച് സമയമായി ഈ മേഖലയിൽ ആകെ മഴയാണ്. മലയോരത്തും ശക്തമായ മഴയുണ്ട്. ഈ മഴ വന്നതോടുകൂടി ഈ രക്ഷാ ദൗത്യം അത് വലിയ വെല്ലുവിളിയായി മഴ മാറുന്ന സാഹചര്യമുണ്ടായി. തുറന്ന് തന്നെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ അത് തൽക്കാലത്തേക്ക് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് താഴോട്ടേക്ക് പോവുകയാണ്. കാരണം ഇനി ഇവിടെ മൃതശരീരങ്ങൾ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. ഒന്ന് ആ സുദേവൻ്റെ വീട്, അതിന് തൊട്ടടുത്തുള്ള വീടുകൾ, ഈ മേഖലയിൽ ഇനി മൃതദേഹങ്ങൾ ഇല്ല എന്നൊരു വിലയിരുത്തലുണ്ട്. കാരണം കുറേ തവണ പരിശോധിച്ചു. ആ മേഖല ആകെ മണ്ണ് ഇളക്കി, കോൺക്രീറ്റ് ഷീറ്റുകൾ, വലിയ ഭിത്തികളൊക്കെ ഇളക്കി മാറ്റി, വീടൊക്കെ പൊളിച്ചു മാറ്റിയൊക്കെ പരിശോധന നടത്തി. പക്ഷേ അവിടെയൊന്നും മൃതദേഹം കണ്ടെത്തിയില്ല. പിന്നീട് ഈ മുണ്ടക്കൈ ടൗണിൻ്റെ അരികിലൂടെ തന്നെ മുകളിലോട്ട് മലമുകളിലേക്ക് ഈ രക്ഷാ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അവർ പോയി ആ മേഖലയും പരിശോധന നടത്തി. പക്ഷേ അവിടെയും കൂടുതൽ കണ്ടെത്താൻ പറ്റിയില്ല, ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അവരൊക്കെ തിരിച്ചിറങ്ങി, ആർമി ഉദ്യോഗസ്ഥന്മാരൊക്കെ തിരിച്ചിറങ്ങുകയായിരുന്നു. ഇപ്പോൾ മഴ ഇവിടെ തുടരുന്നുണ്ട്. നേരത്തെ അതിശക്തമായ മഴയായിരുന്നു, ഇപ്പോൾ മഴ ശക്തി കുറഞ്ഞെങ്കിലും മഴ തുടരുന്നു. അതുകൊണ്ട് മലമുകളിൽ നിന്നും വെള്ളം കുത്തി ഒലിച്ചു വരുന്നത് കാണാം. രാവിലെ അതാണ് ഇപ്പോൾ റോഷിപാൽ ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം അത് തന്നെയല്ലേ? മഴ തുടരുമ്പോൾ ഇവിടെ ഇനിയും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. അങ്ങനെ ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടിയുണ്ട്. റോഷിപാൽ, കേൾക്കാമെങ്കിൽ ഇനിയൊരു ഉരുൾപൊട്ടൽ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ ഇവിടെ ഈ മഴയുള്ള സമയത്ത് ഇനി തിരച്ചിൽ അധിക നേരം തുടരുമോ? അത് യഥാർത്ഥത്തിൽ ഈ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച്, ഈ ദൗത്യസേനയെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമല്ലേ? ഈ ഘട്ടത്തിൽ ഇനിയും അത് തുടരുന്നുണ്ടോ ഇന്ന് ഈ മണിക്കൂറിൽ? സ്മൃതി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നേരത്തെയുള്ള ആ ഒരു അവസ്ഥയല്ല. കാരണം നേരത്തെ ഒരു 20 മിനിറ്റ് തുടർച്ചയായി ശക്തമായ മഴ പെയ്തു. ഇപ്പോൾ വീണ്ടും മഴ ശക്തമാവുകയാണ്. ഇവിടെ മുണ്ടക്കൈ ടൗൺ ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ അതിശക്തമായ മഴയുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മുണ്ടക്കൈ ടൗണിൽ നിൽക്കുമ്പോൾ നേരത്തെയൊക്കെ നമുക്ക് കാണാമായിരുന്നു അവിടെ വെള്ളം കുത്തി ഒലിക്കുന്നത് കാണാമായിരുന്നു. അത് മുകളിലായിരുന്നു, അത് പിന്നീട് അതിൻ്റെ തൊട്ട് താഴേക്ക് കുതിച്ചൊഴുകുന്നതായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഏതായാലും അത് പതുക്കെ താഴോട്ടേക്ക് വെള്ളം വരുന്നു. അത് മനസ്സിലാക്കി തന്നെയാണ് ഈ മുന്നറിയിപ്പുകളൊക്കെ പരിഗണിച്ച് തന്നെയാണ് തൽക്കാലത്തേക്ക് രക്ഷാദൗത്യം ഇവിടെ അവസാനിപ്പിച്ചത്. കാരണം ഈ മുണ്ടക്കൈ ടൗണിൽ കുറേ വീടുകൾ, ഏതാണ്ട് 7ഓളം വീടുകൾ ഈ ദുരന്തത്തിൽ അകപ്പെട്ടിരുന്നു. അതിൽ സുദേവൻ്റെ വീട് ഉൾപ്പെടെയായിരുന്നു. അവിടെയൊക്കെ പരിശോധന നടത്തി മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നില്ല. മുകളിലോട്ടും ആർമി ഉൾപ്പെടെയുള്ള രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായുള്ള ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംഘം പോയിരുന്നു. പക്ഷേ അവിടെയും കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടെയൊക്കെ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുപോയിരുന്നു. ആദ്യം 3 ആയിരുന്നു, പിന്നീട് അതിൽ കൂടുതലായി 10ഓളം യന്ത്രങ്ങൾ പല ഭാഗത്തായി തുടർച്ചയായി പരിശോധന നടത്തി. പക്ഷേ ഇപ്പോഴുള്ള സ്ഥിതി കുറച്ച് ഗൗരവത്തിൽ ഉള്ളതാണ്. കാരണം ഈ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിൽക്കുന്നത് അത്ര സുരക്ഷിതമല്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ
തന്നെയാണ് രക്ഷാദൗത്യം. കാരണം ഇവിടെയുള്ള മണ്ണ് അത്ര സുരക്ഷിതമല്ലെന്ന് അവർ പറയുന്നുണ്ട്. കാരണം പാറയാണ് താഴെ. ഒരുപക്ഷെ കൂടുതൽ വെള്ളം വരുമ്പോൾ മണ്ണ് പെട്ടെന്ന് അവിടെ നിന്നും തെന്നി മാറാനുള്ള സാധ്യതയാണ്. കാരണം ഇവിടെയുള്ള ഒക്കെ കാണാം പാറ പുറത്തേക്ക് ഈ ഒഴുക്കിൽ ഉരുൾപൊട്ടലിൻ്റെ ഒഴുക്കിൽ പാറ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കാണാം. വലിയ പാറക്കെട്ടുകളൊക്കെ ഒഴുകി വന്നത് ഈ പള്ളിയുടെ തൊട്ട് താഴെയാണ് ഞാൻ നിൽക്കുന്നത്. ഇതൊരു ചെറിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായിരുന്നു. കുഞ്ഞു ഒരു വെള്ളച്ചാട്ടം കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. ആ ഒരു മേഖലയിലേക്കാണ് ഇത് നേരെ ഉരുൾപൊട്ടി കുത്തിയൊലിച്ച് വെള്ളം വന്നതും. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രക്ഷാദൗത്യം തൽക്കാലത്തേക്ക് മുണ്ടക്കൈ ടൗണിൽ അതിന് മുകളിലോട്ടുള്ള ഭാഗത്തും നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്ററെങ്കിലും താഴേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ചൂരമലയിൽ അവിടെ എത്താൻ കഴിയുക. അവിടത്തേക്ക് പതുക്കെ രക്ഷാദൗത്യം ആർമിയാണ് ആദ്യം താഴേക്ക് ഇറങ്ങിയത്. പതുക്കെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ K9 അടക്കമുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയൊക്കെ നടത്തിയതാണ്. നായ്ക്കളാണ് അവിടെ മൃതദേഹമുണ്ടോ, മനുഷ്യർ മൃതദേഹങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നായ്ക്കളെ കൊണ്ടുള്ള പരിശോധനയും തിരച്ചിലും അവിടെ ഒരേ സമയം നടത്തുന്നുണ്ടായിരുന്നു. ഏതായാലും മുണ്ടക്കയിലെ തിരച്ചിൽ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഈ മഴ തുടർച്ചയായി പെയ്യുന്നു. മഴ തുടർച്ചയായി പെയ്യുമ്പോൾ ഒന്നുകൂടി ഒരു ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുണ്ട്. ഇത് ആശങ്കയുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നും സേന പിൻവാങ്ങിയിരിക്കുന്നത്.